ശരി അഞ്ജു, നിങ്ങൾ അറിയത്തില്ലാത്തവരും കേരളത്തിൽ കുറവാ. കേരളത്തിലല്ല, ഞങ്ങൾ ഹൈദരാബാദ് പോയി, ബാംഗ്ലൂര് പോയി, എല്ലാം എവിടെയും പോകുമ്പോഴും എല്ലാരും വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എവിടെ വെച്ച് കണ്ടാലും കയ്യിൽ പിടിക്കുക, കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. എല്ലാവർക്കും എന്നെ മതി. 8 വർഷം പ്രണയിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം അവർക്ക് 21-22 വയസ്സേ ഉള്ളൂ. എനിക്ക് 25, അവൾക്ക് 19. ഇപ്പൊ എന്താ പറഞ്ഞ? എനിക്ക് 25, അവൾക്ക് 19. 19 വയസ്സുള്ള കൊച്ചിനെ 8 വർഷം മുന്നേ പ്രേമിച്ചു. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? 11ാമത്തെ വയസ്സ്. 11 12 വയസ്സ് തികയുമ്പോ നേരെ പോയി കണ്ടല്ലേ ഫേസ്ബുക്ക് വഴി അങ്ങനെ പരിചയപ്പെട്ടു. 12 വയസ്സിൽ ഫേസ്ബുക്ക് ഉണ്ടോ? അവളുടെ അമ്മേന്റെ ഫേസ്ബുക്ക്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അഞ്ജു ഇത്രയും നാളത് ഡീപ്പായിട്ട് കൊണ്ടുപോയത് ആദ്യമായിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞ ആളായതുകൊണ്ടാണോ അതോ വിഷ്ണുവിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണോ? പെട്ടെന്നൊരു കേറൊക്കെ കിട്ടിയപ്പോ മതിയെന്ന് തോന്നി. എടാ, ഞാന് ഒരു ചെറുക്കനെ നോക്കിയാല് നീ എന്ത് ചെയ്യും? സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടന്റെ ലൈഫ്. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്, അതാണ് എന്റെ ലൈഫ്. ഇപ്പം വീഡിയോയില് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് പറയുന്നുണ്ട്. ഇപ്പം നെഗറ്റീവ് കമന്റ്സിനെ അഞ്ജു എങ്ങനെയാ നോക്കി കാണും? ഞാൻ നോക്കാറേയില്ല കമന്റ്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. അഞ്ജുവിന് അത്യാവശ്യം വീട്ടില് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വീടായിരുന്നു. അതെ, എന്റെ വീട്ടിൽ AC വരെ ഉണ്ട്. AC വരെ ഉണ്ട്. ആണോ? ഭയങ്കര. അപ്പൊ അമ്മയ്ക്ക് എതിർപ്പല്ലായിരുന്നു ആദ്യമൊക്കെ? അമ്മ പറഞ്ഞു അവനെ ഫ്രണ്ടായിട്ട് വേണമെങ്കിൽ നോക്കിക്കോ, കെട്ടിത്തരാനൊന്നും പറ്റത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അമ്മ ഒരു ബിസിനസ് ഉള്ള ഒരാളെ കൊണ്ടേ കെട്ടിക്കത്തോളൂ എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും